ശ്രീ കെ ബാബു. സർ, കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അമൃതം പദ്ധതിയിൽ 50, 30, 20 അനുപാതത്തിലാണ് ചെലവഴിക്കുന്നത്. സർ, കേന്ദ്ര ഗവൺമെൻറ്റാണെങ്കിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളിലെല്ലാം ആനുപാതികമായി സംസ്ഥാന സർക്കാരുകളുടെ പേരിൽ സാമ്പത്തികമായ ബാധ്യത വരുത്തുന്ന പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. സർ, എൻ്റെ ചോദ്യം ഇതാണ്: അമൃതം പദ്ധതി പ്രകാരം എത്ര സംഖ്യയാണ് കേന്ദ്രം നമുക്ക് നൽകിയിട്ടുള്ളത്? സംസ്ഥാന വിഹിതം എത്രയായിരുന്നു? എത്ര കണ്ടത് ചെലവഴിച്ചു എന്നതാണ് എൻ്റെ ചോദ്യം. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, അമൃത് പദ്ധതിയുടെ 2 ഘട്ടങ്ങളുണ്ട്. എല്ലാത്തിലും ബഹുമാനായിട്ടുള്ള അംഗം പറഞ്ഞതുപോലെ 50, 30, 20 അല്ല സർ. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 50%, സംസ്ഥാന സർക്കാരിൻ്റെ 30%, നഗരസഭകളുടെ 20%. അതായത് കേന്ദ്രവും സംസ്ഥാന സർക്കാരും നഗരസഭകളും പകുതിയായിട്ടാണ് വഹിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ. എന്നാൽ രണ്ടാം ഘട്ടം അമൃത് 2.0 അതിൽ 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള കോർപ്പറേഷനുകൾ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. ഇവിടെ കേന്ദ്രവിഹിതം കുറവാണ് സർ. 33.3% കേന്ദ്രവിഹിതമുള്ളൂ. അത്രയും സംസ്ഥാന വിഹിതവുമുണ്ട്, അത്രയും നഗരസഭാ വിഹിതവും വരുന്നുണ്ട്. അപ്പോൾ പേര് കേന്ദ്രമാണ് നിശ്ചയിക്കുന്നത് എന്നേ ഉള്ളൂ. തുക കൂടുതൽ മുടക്കേണ്ടി വരുന്നത് പലപ്പോഴും സംസ്ഥാനമാണ്. സർ, ഇനി രണ്ടാം ഘട്ടത്തിൽ തന്നെ മറ്റൊരു കാറ്റഗറി ഉണ്ട്. 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റികൾ. ആലപ്പുഴ, കോട്ടയം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അവിടെയും കേന്ദ്രവിഹിതം 33.3%, സംസ്ഥാന വിഹിതം 50%. അവിടെ കേന്ദ്രവിഹിതത്തേക്കാൾ കൂടുതലാണ് സംസ്ഥാന വിഹിതം. നഗരസഭാ വിഹിതം 16.7%. 1 ലക്ഷത്തിന് താഴെയുള്ള മുനിസിപ്പാലിറ്റികളുണ്ട്, അതിന് വേറൊരു ഘടനയാണ്. സർ, ഇനി അദ്ദേഹം വളരെ സമഗ്രമായൊരു ചോദ്യമാണ്, എത്ര അനുവദിച്ചു എന്നാണ്. അമൃത് ഒന്നാം ഘട്ടത്തിൽ കേന്ദ്രവിഹിതം 1153.8 കോടി രൂപയും സംസ്ഥാന വിഹിതം 1226.61 കോടിയും, സംസ്ഥാനവും നഗരസഭയും ചേർന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അനുപാതം 50-50 ആണെങ്കിലും ടെൻഡർ എക്സസ് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായിട്ട് വരും. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതം വർദ്ധിക്കും. ഇതാണ് അമൃത് 1 നമുക്ക് അനുവദിച്ച തുക. ഇതിൻ്റെ ഭാഗമായിട്ട് 1106 പദ്ധതികളാണ് ഏറ്റെടുത്തത്. ആ 1106 പദ്ധതികളിൽ ഒന്നാം ഘട്ടത്തിൽ 1066 പദ്ധതികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 40 പദ്ധതികളാണ് ബാക്കിയുള്ളത്. ആ 40 പദ്ധതികളിൽ നേരത്തെ ബഹുമാനായ ശ്രീ മാത്യു ടി തോമസ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 40 പദ്ധതികളിൽ 17 പദ്ധതികൾ സെപ്റ്റേജ് സെക്ടറിലുള്ളതാണ്. ഈ മേഖലയിലുള്ള മാലിന്യ സംസ്കരണം, ദ്രവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട 17 പദ്ധതികളാണ് നമുക്ക് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാത്തിലും നമുക്ക് വലിയ നേട്ടം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അമൃത് രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി 3435.31 കോടി രൂപയുടെ 940 പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത്. അതിൽ പൂർത്തിയാക്കിയത് 248 പദ്ധതികളാണ്.